الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മോശം സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് മനുഷ്യർ അഡിക്റ്റായി പോകുന്ന, അതായത് പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ അഡിക്റ്റായി പോകുന്ന പാപങ്ങളിൽപ്പെട്ടതാണ് നിഷിദ്ധങ്ങളായ ബന്ധങ്ങൾ, അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിലുള്ള പ്രണയങ്ങൾ, അതേപോലെ തന്നെ പുരുഷന്മാർ തമ്മിൽ, സ്ത്രീകൾ പരസ്പരം തമ്മിൽ, ഇങ്ങനെയുള്ള പ്രണയബന്ധങ്ങൾ. ഇത് അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഉള്ള ചികിത്സയും അതിലകപ്പെടാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകളുമാണ് നിർദ്ദേശിക്കുന്നത്. അതിൽ ഇമാം അവർകൾ സൂചിപ്പിക്കുകയുണ്ടായി, ഒരാൾ ഇതുപോലുള്ളതായ അപകടങ്ങളിൽ പെടാതെ അതിന് മുന്നോടിയായിട്ട് മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അത് ഏത് രോഗങ്ങൾക്കും അങ്ങനെ തന്നെ, ശാരീരിക രോഗങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു രോഗം വന്നെത്തുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അപ്പോൾ മുൻകരുതൽ എന്നോണം എടുക്കേണ്ട ചികിത്സയ്ക്ക് രണ്ട് മാർഗങ്ങളാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല നിർദ്ദേശിച്ചത്. അതിൽ ഒരു മാർഗം കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണിനെ സൂക്ഷിക്കുക, കണ്ണ് താഴ്ത്താൻ പരിശീലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. കണ്ണ് നിയന്ത്രിക്കുന്നത് മുഖേന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഹത്തിലും പരത്തിലും അവന് നേടിയെടുക്കാവുന്ന വലിയ നേട്ടങ്ങളുണ്ട്. അത്ഭുതകരമായ പല കാര്യങ്ങളും ഇമാം അവർകൾ വിശദീകരിക്കുകയുണ്ടായി. 7 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചത്. 8ാമതായി കണ്ണിനെ നിയന്ത്രിച്ചാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഫായിദ, അതിൻ്റെ നേട്ടം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, അസ്സാമിനു അന്നഹു യസുദ്ദു അല ശൈത്വാനി മദ്ഖലഹു ഇലൽ ഖൽബ്. ഗദ്ദുൽ ബസർ മുഖേന കണ്ണ് നിഷിദ്ധങ്ങളിലേക്ക് നോക്കാതെ ആരാണോ സംരക്ഷിക്കുന്നത്, അങ്ങനെ സംരക്ഷിച്ചാൽ അത് മുഖേന അവൻ്റെ ഹൃദയത്തിലേക്കുള്ള ഷൈത്വാനിൻ്റെ കവാടത്തെ, പ്രവേശനത്തെ എന്ത് ചെയ്യാൻ സാധിക്കും? അടച്ചു കളയാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൃദയത്തിലേക്ക് പിശാച് പ്രവേശിക്കാതെ തടയിടാൻ കണ്ണ് താഴ്ത്തുന്നത് മുഖേന ഒരാൾക്ക് സാധിക്കും. ഫഇന്നഹു യദ്ഖുലു മഅൻ നദ്റ. ഷൈത്വാൻ എന്ത് ചെയ്യുന്നു? നദ്റത്തിലൂടെ, നോട്ടത്തിലൂടെ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് മുഖേന അതൊരു പ്രവേശന കവാടമാണ്. ഷൈത്വാനിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ളതായ പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. ഇതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ഷൈത്വാൻ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്ന വ്യത്യസ്തങ്ങളായ കവാടങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണെന്ത്? കണ്ണ് എന്നുള്ളത്. അതുകൊണ്ടാണ്
ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാൻ പറയുന്നിടത്ത് തൊട്ടു മുമ്പ് അള്ളാഹു പറയുന്നു, അല്ലയോ സത്യവിശ്വാസികൾ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം, എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ ഷൈത്വാനിനെ പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് കണ്ണ് എന്നുള്ളത്. അതിനെ നിയന്ത്രിച്ചാൽ ഷൈത്വാനിൻ്റെ പ്രവേശനത്തെ തടയാൻ സാധിക്കും. അപ്പോൾ ഒരു നോട്ടത്തിലൂടെ ഷൈത്വാൻ എന്ത് ചെയ്യുന്നു? അവനിലേക്ക് പ്രവേശിക്കുകയാണ്. വയംഫുദു മഅഹാ ഇലൽ ഖൽബി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിലേക്ക്, ഈ നോട്ടത്തിനോട് കൂടെ ഹൃദയത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. എത്ര വേഗതയിലാണ്? അസ്റഅ മിൻ നുഫൂദിൽ ഹവാഇ ഇലൽ മക്കാനിൽ ഖാലി, കാലിയായ സ്ഥലങ്ങളിൽ കാറ്റടിച്ച് വീശുന്ന വേഗതയിൽ. എത്ര ശക്തമായി കാറ്റടിച്ച് വീശുന്നുവോ, കാറ്റിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത എത്രയാണോ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നിഷിദ്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ ഷൈത്വാൻ അതിനോട് കൂടെ തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫയുമസ്സിലു ലഹു ഹുസ്ന സൂറത്തിൽ മൻദൂരി ഇലൈഹി വയുസയ്യിനുഹാ, അങ്ങനെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവൻ കണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾ, നിഷിദ്ധങ്ങളായ മൻദറുകൾ, ആ ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ അവൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുകയും അതിനെ ഭംഗിയായിട്ട് അവൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയും ചെയ്യും. വയജ്അലുഹാ സ്വനമൻ, എന്നിട്ട് ആ രൂപത്തെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമായിട്ട് ഷൈത്വാൻ പ്രതിഷ്ഠിക്കും. യഅകുഫു അലൈഹിൽ ഖൽബ്, ആ വിഗ്രഹത്തിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നു? ഹൃദയം ഇഅ്തികാഫിരിക്കുന്നു, ഭജനമിരിക്കുന്നു. വലിയൊരു അപകടമാണിത്. ഇത് ബാധിച്ചിരിക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഗൗരവം. അവർ അതിൽ തന്നെ എന്തായിരിക്കും? ഭജനമിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. വേറെ ലോകത്ത് യാതൊന്നുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാവില്ല. അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മാതാപിതാക്കളെ അവൻ മൈൻഡ് ചെയ്യൂല. വേറെ സുഹൃത്തുക്കൾ അവൻ ഉണ്ടാവുകയില്ല. അവൻ്റെ കൂട്ടുകാർ, ഈ പറയുന്ന ആരുമായിട്ടാണോ അവൻ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്, ഇത് മാത്രമായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ. അതൊരു വിഗ്രഹം പോലെ അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. അപ്പോഴാണ് നമ്മൾ കാണുന്ന പലപ്പോഴും വേദന ഉണ്ടാക്കുന്ന പല ദൃശ്യങ്ങളും വീഡിയോകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന മാതാപിതാക്കളെ വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോകാൻ തോന്നുന്ന പല ആളുകളുണ്ടല്ലോ. ഇതിൻ്റെ കാരണത്താലാണ് ഷൈത്വാൻ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു വിഗ്രഹം കണക്കി അതിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനെ അവൻ ഇങ്ങനെ സീനത്താക്കിക്കൊണ്ടിരിക്കുന്നു, ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലാണ് അവൻ്റെ ഹൃദയം നിലകൊള്ളുന്നത്. സുമ്മ യഇദുഹു വയുമന്നി, അങ്ങനെ അത് സ്ഥാപിക്കുകയും പിന്നീട് അവന് വാഗ്ദാനങ്ങളും വലിയ വലിയ ആശകളും എന്ത് ചെയ്യുന്നു? തോന്നിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ വലിയ വലിയ ആശകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്, വ്യാമോഹങ്ങൾ ഇട്ടുകൊടുക്കുകയാണ്, വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വയൂഖിദു അലൽ ഖൽബി നാറ ശഹ്വ, എന്നിട്ട് വികാരത്തിൻ്റെ തീജ്വാലകൾ അവൻ്റെ ഹൃദയത്തിൽ കത്തിച്ചു വയ്ക്കും. വയുൽഖി അലൈഹ ഹതബൽ മആസി, എന്നിട്ട് എന്ത് ചെയ്യും? പാപമാകുന്ന, ധിക്കാരമാകുന്ന വിറകുകൾ ആ തീയിലേക്ക് കൊണ്ടുപോയി വെക്കും. അല്ലതീ ലം യകുൻ യുതവസ്സലു ഇലൈഹ ബിദൂനി തിൽക സൂറ, ഈ ഒരു ചിത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഷൈത്വാൻ അവനിലേക്ക് പ്രവേശിക്കുന്നത്. അതിലൂടെ അല്ലാതെ ഷൈത്വാനിന് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല ഹൃദയത്തിലേക്ക്. ഇവന്റെ ഈ നോട്ടം തുറന്നു വിട്ടതിലൂടെ എന്ത് ചെയ്യുന്നു? ഞൊടിയിടയിൽ ഷൈത്വാൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരു വിഗ്രഹത്തെ സ്ഥാപിച്ച് അതിനെ സൗന്ദര്യവൽക്കരിച്ച് അതിൽ എന്ത് ചെയ്യുന്നു? അവനെ തളച്ചിടുന്നു. എന്നിട്ട് അവിടെ തീ കൊടുക്കുന്നു, അതിലേക്ക് വേണ്ട ഇന്ധനങ്ങൾ കൊടുക്കുന്നു, വിറക് കൊണ്ട് എന്ത് ചെയ്യുന്നു? നിറയ്ക്കുന്നു. ഫയസീറുൽ ഖൽബു ഫിൽ ലഹബ്, അങ്ങനെ അവൻ്റെ ഹൃദയം തീജ്വാലകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫമിൻ ദാലികൽ ലഹീബി തിൽകൽ അൻഫാസുൽ ലതി യജിദു ഫീഹാ വഹജന്നാർ, ആ തീജ്വാലകളിൽപ്പെട്ടതാണ് അവൻ്റെ ഹൃദയത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന തീയിൻ്റെ കത്തലുകൾ, അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത മുഖേനയുണ്ടാകുന്ന തീയിൻ്റെ നാളങ്ങൾ അതിൽപ്പെട്ടതാണ്. വതിൽക സഫറാത്ത് വൽ ഹർഖാത്ത്, സഫറാത്ത് എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിലുള്ളതായ അവൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, അതേപോലെ അതിൻ്റെ ചൂടുകൾ. ഫഇന്നൽ ഖൽബ ഖദ് അഹാതത് ബിഹിൻ നീറാനു ബികുല്ലി ജാനിബിൻ, ഹൃദയം എല്ലാ വശങ്ങളിൽ നിന്നും ഈ തീ കൊണ്ട് എന്ത് ചെയ്യാണ്? വലയം ചെയ്യുകയാണ്. ഫഹുവ ഫീ വസതിഹാ കശാതി ഫീ വസതി തന്നൂർ, അതിൻ്റെ ഈ തീനാളങ്ങളുടെ ഇടയിൽ ഒരു വലിയ പാത്രത്തിൽ അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുന്നു? ഒരു ആടിനെ എന്ത് ചെയ്യാൻ
പാചകം ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഒരു ആടിനെ പോലെയായിരിക്കും. ആ തീനാളങ്ങൾക്കുള്ളിൽ അവൻ്റെ ഹൃദയം കിടന്നെന്ത് ചെയ്യും? ഇങ്ങനെ തീനാളങ്ങളിൽ കിടന്ന് എന്ത് ചെയ്യും? കത്തി അമരുകയാണ് ഉണ്ടാകുക. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വലിഹാദ കാനത്ത് ഉഖൂബത്തു അസ്ഹാബി ഷഹവാതി ലിസുവരിൽ മുഹറമ. ഇങ്ങനെ നിഷിദ്ധമായ ചിത്രങ്ങളിലേക്ക് നോക്കുകയും അങ്ങനെ മോശമായ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഇതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അൻജുഇല ലഹും ഫിൽ ബർസഖി തന്നൂറും മിനന്നാർ. ബർസഖിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ ഏർപ്പെടുകയും വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്ത ആളുകൾക്ക് ബർസഖിന്റെ ലോകത്ത് മരണത്തിന് ശേഷം ഖിയാമത്ത് നാളിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് തീയിനാലുള്ള വലിയ ഒരു പാത്രമാണ്. എന്നിട്ടോ വഊദിഅത് അർവാഹുഹും ഫീ, അവരുടെ റൂഹുകൾ അതിലേക്ക് എന്ത് ചെയ്യപ്പെടും? ഇടപെടും. ഇലാ യൗമി ഹശ്രി അജ്സാദിഹിം, അവരെ പുനരുദ്ധാരണം നടത്തുന്നത്, വീണ്ടും പുനർജീവിപ്പിക്കുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അർവാഹുകൾ എന്ത് ചെയ്യും? അതിലേക്കിടും. കമാ അറാഹ അല്ലാഹു ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി ഫിൽ ഹദീസിൽ മുത്തഫഖ് അലാ സുഹ്ഹതി, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? ഉറക്കത്തിൽ ഈ കാഴ്ച കാണിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ഇതേപോലെ കത്തിയാളുന്നതായ തീ നാളങ്ങളിൽ അവരെന്ത് ചെയ്യും? ഇട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ടം ആണ് എന്ത് ചെയ്യുന്നത്? ശൈത്വാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത്. അതിനുശേഷമാണ് പല ദുരന്തങ്ങളും അവനിലേക്ക് എന്ത് ചെയ്യുന്നത്? കടന്നു വരാൻ ഇടയാക്കുന്നത്. അപ്പോൾ ആ പ്രവേശന കവാടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും, അടച്ചു കളയാൻ സാധിക്കും. എന്ത് ചെയ്താൽ? നോട്ടത്തെ നിയന്ത്രിച്ചാൽ എന്നുള്ളതാണ്. ഒമ്പതാമത്തെ ഫായിദ അത്താസിഅ അന്നഹു യുഫരിഗുൽ ഖൽബ ലിൽഫിക്റതി ഫീ മസാലിഹിഹി വൽ ഇഷ്തിഗാലി ബിഹാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മുഖേന ആരാണോ നോട്ടത്തെ നിയന്ത്രിക്കുന്നത് അവന് അവൻ്റെ ഹൃദയത്തെ കാലിയാക്കി എടുക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ട്? ലിൽ ഫിക്റതി ഫീ മസാലിഹിഹി വൽ ഇഷ്തിഗാലി ബിഹാ. എന്താണോ തനിക്ക് മസ്ലഹത്തുള്ള കാര്യം, ഉപകാരമുള്ള കാര്യം, എന്താണോ തൻ്റെ ഹൃദയത്തിന് ഉപകാരപ്രദമായ നന്മയുള്ള കാര്യം, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവനക്ക് സാധിക്കും. അങ്ങനെ ആ കാര്യങ്ങളിൽ വ്യാപൃതരാകാനും അവന് സാധിക്കും. ആരാണോ നോട്ടത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ ഹൃദയം എന്തായിരിക്കും? നിഷിദ്ധങ്ങളിലേക്കാണ് ഒരാൾ നോക്കുന്നതെങ്കിൽ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യും? അതുപോലുള്ള കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ പല പല ചിന്തകളിലേക്ക് അവൻ ഏർപ്പെടും. എന്നാൽ ആര് നോട്ടത്തെ നിയന്ത്രിക്കുന്നുവോ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? അവന് ഏറ്റവും ഉപകാരപ്രദമായ മസ്ലഹത്തുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ എന്ത് ചെയ്യും? അത് ഒരുക്കി തീർക്കും. ഇത്ലാഖുൽ ബസരി, എന്നാൽ ഒരാൾ കണ്ണിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, അതിനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ യുൻസിഹി ദാലിക്, എന്താണ് തനിക്ക് ഉപകാരമുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും? അവന് മറപ്പിച്ചു കളയും. എന്താണ് എനിക്ക് ഭാവിയിൽ ഉപകരിക്കുന്ന കാര്യം എന്നുള്ളത് അവനക്ക് ഓർമ്മയുണ്ടാവുകയില്ല. വയഹൂലു ബൈനഹു വബൈന, എന്നിട്ട് അവന് നന്മയുള്ള കാര്യത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും? ഈ നോട്ടങ്ങൾ മറയിടും. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് നന്മ ഉണ്ടാവുക എന്നുള്ള ബോധം അവനുണ്ടാവുകയില്ല. ബുദ്ധിയില്ലാത്തവനായി മാറുന്നർത്ഥം. ഫയൻഫരിതു അലൈഹി അംറുഹു, അങ്ങനെയായി കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകും. അവൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അത് വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. വയഖഉ ഫി ഇത്തിബാഇ ഹവാ, അങ്ങനെ സ്വന്തം ഇച്ഛയെ അവൻ പിന്തുടരാൻ തുടങ്ങും. വഫിൽ ഗഫലതി അൻ ദിക്രി റബ്ബിഹി, അതേപോലെ തന്നെ തൻ്റെ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ടും അവൻ എന്ത് ചെയ്യും? അശ്രദ്ധയിലാകുന്നതിലും അവൻ അകപ്പെടും. അപ്പോൾ അവന് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. അവൻ്റെ ആഗ്രഹങ്ങൾ, ശൈത്വാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളും അതേപോലെ തന്നെ ആശകളും ഉണ്ടാകും. അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കും. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകും. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വലാ തുതി', നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നബിയെ താങ്കൾ
അനുസരിച്ചു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ തൊട്ട്, നമ്മെ സ്മരിക്കുന്നതിനെ തൊട്ട് ഹൃദയത്തെ നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്ന ആളുകളുണ്ട്, അവരനുസരിച്ച് പോകരുത്. വത്തബഅ ഹവാ, അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഇച്ഛകളെയാണ് പിന്തുടരുന്നത്. വകാന അംറുഹു ഫുർത, അവരുടെ കാര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? ഛിന്ന ഭിന്നമായിരിക്കുന്നു, അതിര് കവിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ വ്യത്യസ്ത ചില ഹദീസുകളിൽ കാണാം, ഒരാൾ ഏതൊരുവനാണോ അവൻ്റെ ഹമ്മ്, മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഖിറത്തെക്കുറിച്ചാക്കുന്നത്, എന്നാൽ എന്ത് ചെയ്യും? അവൻ്റെ ദുനിയാവിൻ്റെ കാര്യവും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും, ആഖിറത്തിൻ്റെ കാര്യവും രക്ഷപ്പെടും. എന്നാൽ ഏതൊരുവൻ്റെ മനസ്സിലെ ചിന്തകൾ ദുനിയാവിൻ്റെ ചിന്തകൾ മാത്രമാണോ, ആഖിറത്തെക്കുറിച്ചൊരു ബോധമില്ല, എന്നാൽ ദുനിയാവും ഇട്ട് നടക്കൂല, ആഖിറവും നടക്കൂല. അതായത് അവൻ്റെ ചിന്തകൾ കണ്ണിനതിൽ തുറന്നു വിട്ടാൽ പല പല ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് പോയി. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി പോകും. അവൻ്റെ ഇച്ഛയെ, ആ കാണുന്ന കാഴ്ചകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ ആർജിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഇച്ഛയ്ക്ക് പിന്നാലെ എന്ത് ചെയ്യും? സഞ്ചരിക്കും. അള്ളാഹുവിൻ്റെ ദിക്റിനെ അവൻ എന്ത് ചെയ്യും? മറന്നു പോവുകയും ചെയ്യും. എത്രത്തോളം ഒരാൾ അവൻ്റെ കണ്ണിനെ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ തുറന്നു വിടുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 3 കാര്യങ്ങളും അവനിൽ സംഭവിക്കും. അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കൂല. അതെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വരും. മക്കളുടെ പ്രശ്നം മാറുമ്പോൾ കുടുംബത്തിൽ വേറെ പ്രശ്നം വരും. പിന്നെ മാതാപിതാക്കളുമായിട്ട് പ്രശ്നം, അയൽവാസികളുമായിട്ട് പ്രശ്നം, കച്ചവടത്തിൽ പ്രശ്നം, ജോലിയിൽ പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? ഉഴരും. പ്രശ്നങ്ങളിട്ടൊന്നും തീരൂല. കാര്യങ്ങളാകെ ഛിന്ന ഭിന്നമാവുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കാര്യവും നടക്കൂല, ദിക്റിട്ട് നടക്കൂല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമസ്കരിക്കുന്നുണ്ടാകാം, നോമ്പെടുക്കുന്നുണ്ടാകാം, സക്കാത്ത് കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ അതിൻ്റെ ലദ്ദത്ത് എന്താണെന്ന് അവനക്ക് ആസ്വദിക്കാൻ സാധിക്കൂല. ഇബാദത്ത് മുഖേന ഒരാൾക്ക് ലഭിക്കുന്ന ആസ്വാദനം അവനക്ക് ലഭിക്കുകയില്ല. അവൻ്റെ ഇച്ഛകളെ പിന്തുടർന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കുക. അപ്പോൾ എത്രത്തോളം അവൻ്റെ കണ്ണിനെ നിയന്ത്രണമില്ലാതെ തുറന്നു വിടുന്നുവോ അതിനനുസരിച്ച്, അതിൻ്റെ അളവിനനുസരിച്ച്, തോതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങളും അവനെ ബാധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അൽ ആഷിറത്തു, 10ാമത്തെ ഫായിദ, കണ്ണ് നിയന്ത്രിച്ചാലുള്ള 10ാമത്തെ ഗുണം, അന്ന ബൈനൽ ഐനി വൽ ഖൽബി മൻഫദൻ, കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു വഴിയുണ്ട്, ഒരു ദ്വാരമുണ്ട്. വത്വരീഖൻ, ഒരു മാർഗമുണ്ട്. യൂജിബു ഇന്തിഖാല അഹദിഹിമാ അനിൽ ആഖർ, എന്ത് ചെയ്യും? ഒന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യും? നീങ്ങിക്കൊണ്ടിരിക്കും. അതായത് വഅൻ യസ്ലുഹ ബിസലാഹിഹി വയഫ്സുദ ബിഫസാദി, ഒന്ന് നന്നായി കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ത് ചെയ്യും? നന്നാവും. ഒന്ന് ചീത്തയായി കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യും? ചീത്തയാവും. ഫഇദാ ഫസദൽ ഖൽബു ഫസദൻ നദർ, ഒരാളുടെ ഹൃദയം മോശമാണോ, എന്നാൽ അവനെന്ത് ചെയ്യും? അവൻ്റെ നോട്ടവും മോശമായിരിക്കും. അവൻ്റെ നോട്ടം നിഷിദ്ധങ്ങളിലേക്കായിരിക്കും. വഇദാ ഫസദൻ നദറു ഫസദൽ ഖൽബ്, കണ്ണ് മോശമാണ് എങ്കിൽ, നോട്ടം ശരിയല്ല എങ്കിൽ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യും? മോശമായി മാറും. വകദാലിക ഫീ ജാനിബി സ്വലാഹ, നന്മയുടെ കാര്യത്തിലും പ്രകാരം തന്നെയാണ്. ഫഇദാ ഖരിബത്തിൽ ഐനു വഫസദത്, ഒരാളുടെ കണ്ണ് എന്ത് ചെയ്തു? നശിച്ചു, നോട്ടം നശിച്ചു, അത് ഫസാദായി. എന്നാൽ ഖരിബൽ ഖൽബു വഫസദ്, ഹൃദയവും എന്ത് ചെയ്യും? നശിക്കുകയും നാശമടയുകയും ചെയ്യും, ഫസാദാവുകയും ചെയ്യും. വസാറ കൽ മസ്ബലതി, അത് വേസ്റ്റ് കൊട്ട കണക്കെയാകും, വേസ്റ്റുകൾ നിക്ഷേപിക്കപ്പെടുന്നത് പോലെയാകും. അല്ലത്തി ഹിയ മഹല്ലുൻ നജാസാതി വൽ ഖാദുറാതി വൽ ഔസാഖ്, വേസ്റ്റ് ബോക്സിൽ സാധാരണ എന്താണെന്ന് നജസുകൾ കൊണ്ടുപോയിടും, മാലിന്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളുമാണ് നിക്ഷേപിക്കുന്നത്. അപ്പം ഏതൊരുവന്റെ ഹൃദയം, കണ്ണ് മോശമാകുന്നതിലൂടെ ഹൃദയം മോശമായോ, പിന്നെ അതിലേക്ക് ചെന്ന് ചേരുന്നത് എന്തായിരിക്കും? ഖാദൂറാത്തുകൾ, നജാസാത്തുകൾ, മാലിന്യം കൂമ്പാരമായി എന്ത് ചെയ്യും? അവൻ്റെ ഹൃദയം പരിണമിക്കും. ഫലാ യസ്ലുഹു ലിസുഖ്ന മഅരിഫത്തില്ലാഹി വമഹബ്ബതിഹി വൽ ഇനാബതി ഇലൈഹി വൽ ഉൻസി ബിഹി വസ്സുറൂരി ബിഖുർബിഹി ഫീ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹൃദയത്തിൽ എന്തുണ്ടാവുകയില്ല? ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അവനോടുള്ള സ്നേഹം, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ളതായ ശേഷി, അവനുമായി എന്ത് ചെയ്യുക? ആഹ്ലാദത്തിൽ ഏർപ്പെടുക, അവനുമായി ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉൻസ്, സന്തോഷം, വസ്സുറൂരി ബിഖുർബി, അവനുമായുള്ള അടുപ്പത്തിൻ്റെ സന്തോഷം, ഇതൊന്നും
നിൽക്കാൻ സാധിക്കാത്ത സ്ഥലമായി എന്ത് ചെയ്യും? ഹൃദയം മാറും. പിന്നെ അവൻ്റെ ഹൃദയത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതിൽ നിന്ന് മാഞ്ഞു പോകും. അതേപോലെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉൻസുണ്ട്, അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇബാദത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇബാദത്തുകൾ ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാകാം. അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില അതിൻ്റെ ത്വാമുണ്ട്, രുചിയുണ്ട്, അതിൻ്റെ ലദ്ദത്തുണ്ട്, ആസ്വാദനമുണ്ട്. ഇതെന്ത് ചെയ്യൂല, അവനക്ക് ലഭിക്കാതെ വരും. വഇന്നമാ യസ്കുനു ഫീഹി അൽദാദു ദാലിക്, അവൻ്റെ ഹൃദയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായതാണ് പിന്നീട് എന്ത് ചെയ്യുക, താമസിക്കുക, കുടിക്കൊള്ളുന്നത് അതായിരിക്കും. ഫഹാദിഹി ഇഷാറത്തുൻ ഇലാ ബഅദി ഫവായിദി ഗദ്ദിൽ ബസ്രി നുത്ലിഉക അലാ മാ വറാഹ. ഇപ്പോൾ ഇത് കണ്ണ് ചിമ്മുന്നതിൻ്റെ ചില ഫായിദകളിലേക്കുള്ള സൂചന മാത്രമാണ് എന്ത് ചെയ്തത് മുസന്നിഫ് റഹ്മഹുല്ലാ ഇവിടെ സൂചിപ്പിച്ചത്. ബാക്കി അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് മുസന്നിഫ് റഹ്മഹുല്ലാ പറയുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മാർഗം. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, ഈ ഇതിൽ പറയുന്ന ചികിത്സകൾ അത് ഈ ഗ്രന്ഥത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഏതൊരാളാണോ ഇത് വായിക്കാനും പഠിക്കാനും തൗഫീക്ക് കിട്ടുന്നത് അവരുടെ ചെറുപ്രായത്തിൽ, എന്നാൽ എന്ത് ചെയ്യും, അവർക്ക് ഈ പറയുന്ന തിന്മകളിൽ നിന്ന് നല്ല രീതിയിൽ സംരക്ഷണം കിട്ടും. ഏതൊരുവിന് ആ സൗഭാഗ്യം കിട്ടുന്നില്ലയോ അവൻ്റെ ജീവിതം അപകടത്തിൽപ്പെട്ടേക്ക്. അതുകൊണ്ട് ധാരാളം ഉലമാക്കൾ ഈ ഗ്രന്ഥം എന്ത് ചെയ്യുന്നുണ്ട്, അത് വായിക്കാൻ ധാരാളം പ്രേരണ കൊടുക്കുന്നുണ്ട്. ഷേഖ് തന്നെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ലോകരെ ഉപദേശിക്കുകയുണ്ടായി. നിങ്ങളുടെ ഖുതുബകളിൽ അതേപോലെ തന്നെ ദർസുകളിൽ എല്ലാം ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ചെറിയ കുട്ടികൾ അടക്കം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളുമായി സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. നമ്മൾ മുതിർന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്തിലല്ല നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് നാം കാണാത്ത, നാം അറിയാത്ത വേറൊരു ലോകം അവരുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അപകടം മനസ്സിലാകണമെങ്കിൽ അവരുടെ ഇടപെടലുകളും, ചിലപ്പോൾ അവർ നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കും, നോക്കിയേക്കും. നിമിഷ നേരങ്ങൾ കൊണ്ട് പലതും എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടാകും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ചാനലുകളുണ്ട്. ഇതൊന്നും ചിലപ്പോൾ സാധുക്കളായ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ. അവർ കരുതുന്ന കുട്ടികൾ എന്ത് ചെയ്യാനായിരിക്കും, പഠിക്കാനായിരിക്കും, വായിക്കാനായിരിക്കും ഇത് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ വലിയ രീതിയിലുള്ള അദാബുകൾ, ഇടങ്ങേറുകൾ നമ്മുടെ ചെറിയ മക്കളിൽ 10 വയസ്സായ 8 വയസ്സായ 12 വയസ്സായ ചെറിയ കുട്ടികളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ പറയുന്നത്, എന്ത് ചെയ്യണം, ഇതുപോലുള്ളതായ ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പരിഹാരം ഇത് തന്നെയാണ്, കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്, പരിശീലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഈ പറയപ്പെട്ട 10 ഫായിദകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദർസിൽ ആരെയും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫായിദയാണ്. കണ്ണിനെ നിയന്ത്രിക്കുന്നത് മുഖേന ഒരാൾക്ക് എന്തുണ്ടാകും, വലിയ സന്തോഷം ഉണ്ടാകും. കണ്ണിനെ നിഷിദ്ധങ്ങളിലേക്ക് നോക്കുന്നത് മുഖേന എന്ത് ആസ്വാദനമാണോ അവന് ലഭിക്കുന്നത്, അതിനേക്കാൾ വലിയ ആസ്വാദനം ഒരു നിഷിദ്ധമായ കാര്യത്തിലേക്ക് നോക്കാൻ അവസരം കിട്ടിയ ഒരാൾ നോക്കിയില്ല. കണ്ണും താത്താൻ അവനക്ക് സാധിച്ചു, നിയന്ത്രിക്കാൻ സാധിച്ചാൽ എന്ത് ചെയ്യും, ഇത് നോക്കുന്നതിന് മുഖേന അവന് കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം കിട്ടും. നോട്ടം മുഖേന അവനക്ക് ദുഃഖം ഉണ്ടാവുകയുള്ളൂ. നൈമിഷികമായ എന്തെങ്കിലും സുഖം ലഭിച്ചാലും അതിനേക്കാൾ വലിയ നാശവും ദുഃഖവും അവൻ എന്ത് ചെയ്യും, അത് മുഖേന പിടികൂടും. എന്നാൽ അതിലേക്ക് നോക്കാതെ അവൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ, തീർച്ചയായും എന്ത് ചെയ്യും, അതിനേക്കാൾ വലിയ സന്തോഷം അവന് അത് മുഖേന കരഗതമാകും. അപ്പോൾ നോട്ടം നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തത് കണ്ണുമായുള്ള ബന്ധപ്പെട്ട മാർഗമാണ്. ഇതുപോലുള്ള തിന്മകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, രണ്ടാമത്തേത് ഇമാം അവറുകൾ പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഥാനി ഇഷ്തിഗാലുൽ ഖൽബി ബിമാ യസുദ്ദുഹു അൻ ദാലിക്, ഹൃദയത്തെ എപ്പോഴും വ്യാപൃതമാക്കലാണ്, ഹൃദയത്തിന് എപ്പോഴും നല്ല ജോലി കൊടുക്കലാണ്. ഹൃദയം തിരക്കുള്ളതായിരിക്കണം. ഇതുപോലുള്ള മ്ലേച്ഛ കാര്യങ്ങളെ അതിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയിടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം, ഹൃദയത്തെ വ്യാപൃതമാക്കണം. അതായത് ഹൃദയത്തിന് ഈമാൻ വർദ്ധിക്കുന്ന,
ഹൃദയത്തിൽ നല്ല രീതിയിലുള്ള സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ഹൃദയത്തെ നിറയ്ക്കുക. ഹൃദയം ആ രീതിയിൽ പരിപാലിച്ചെടുത്താൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുപോലുള്ള ദൂഷ്യങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള മ്ലേച്ഛ കൃത്യങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് വരാതെ തടയാൻ നിമിത്തമാകുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തെ വ്യാപൃതമാക്കുക. ഹൃദയത്തിന് തിരക്കുള്ള ഹൃദയം കൊടുക്കുക. എത്രയോ മാർഗങ്ങളുണ്ട് അതിന്. ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട ധാരാളം മാർഗങ്ങളുണ്ട്. നമസ്കാരത്തിലൂടെ അതെല്ലാം ഈ പറഞ്ഞ പോലെ ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മർക്കസ് സന്ദർശിച്ച ഒരു സഹോദരൻ, അദ്ദേഹം കൊടുത്തൊരു ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, സലഫുകളെ അപേക്ഷിച്ച് നമ്മുടെ ദിക്റുകൾ വളരെ പിന്നിലാണ്. സലഫുകൾ എന്ത് ചെയ്യുമായിരുന്നു? ഓരോ ആഴ്ചയും 3 ദിവസത്തിൽ ഖുർആൻ ഖത്മ് തീർക്കുമായിരുന്നു. അധികം സലഫുകളും എന്ത് ചെയ്യും? സലഫുകളിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരോ നേതാക്കളൊന്നുമല്ല, അതല്ലാത്ത സാധാരണക്കാർ വരെയും എന്ത് ചെയ്യും? ഒരാഴ്ചയിൽ അവർ ഖുർആൻ ഖത്മ് ചെയ്യും. ഒരാഴ്ചയിൽ എന്ത് ചെയ്യും? ഒരു വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ഖുർആൻ തുടങ്ങിയാൽ അടുത്ത വെള്ളിയാഴ്ച അസ്റാവും എന്ത് ചെയ്യും? ഖുർആൻ അവസാനിപ്പിക്കും, ഖത്മ് തീർക്കും. വെള്ളിയാഴ്ച അസ്റിന് ശേഷം ദുആക്കുത്തരമുള്ള സമയമാണ്. ഖുർആൻ ഖത്മ് തീർത്താൽ ദുആക്കുത്തരമുള്ള സമയമാണ്. അപ്പോൾ ഈ 2 സമയത്തും ഒന്നിച്ചുകൊണ്ട് ചെയ്യും ഖുർആൻ ഖത്മ് ചെയ്ത് ദുആ ചെയ്യുമായിരുന്നു സലഫുകൾ. ധാരാളം സലഫുകൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഷേഖ് വന്നപ്പോൾ നൽകിയ ഉപദേശമാണ്. അപ്പോൾ അവരെ അപേക്ഷിച്ച് നമ്മളെവിടെയാണ്? ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ്. നാം മറ്റുള്ള ധാരാളം കാര്യങ്ങളിൽ, വായനകളിലും പല പല കാര്യങ്ങൾ കാണുന്നു, വായിക്കുന്നു, പല തിരക്കുകളിൽ ഏർപ്പെടുന്നു. ഖുർആൻ വായിക്കാനും ആ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കാനും നമുക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും അദ്കാറുകൾ, ഇങ്ങനെയുള്ള ദിക്റുകൾ കൊണ്ട് ഹൃദയത്തെ എന്ത് ചെയ്യുക? സമ്പന്നമാക്കുക, അതിനെ വ്യാപൃതമാക്കുക, അതിന് ജോലി കൊടുക്കുക. ജോലി ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? ഹൃദയത്തിലേക്ക് വലിയ മാലിന്യങ്ങൾ വന്നു കയറുക. അപ്പോൾ ഹൃദയത്തെ ജോലിയിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മ്ലേച്ഛകൃത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളുടെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യണം? ഹൃദയത്തെ ജോലിയാക്കുന്നത് മുഖേന അതിൻ്റെ ഇടയിൽ ഒരു മറയിടണം. അപ്പോൾ ഹൃദയം ഇങ്ങനെ നല്ല കാര്യങ്ങൾ വ്യാപൃതരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാതെ അത് എന്ത് ചെയ്യും? അവിടെ ഒരു മറയായി നിലകൊള്ളും. വഹുവ ഇമ്മാ അപ്പോൾ അത് എന്താണെന്ന് പറയുകയാണ് ഇമാം അവറുകൾ. എങ്ങനെയാണ് ഹൃദയത്തെ എങ്ങനെ ജോലിയിലാക്കുക? 2 കാര്യങ്ങളാണ്. വഹുവ ഇമ്മാ ഖൗഫുൻ മുഖ്ലിഖുൻ ഔ ഹുബ്ബുൻ മുസ്ഇജുൻ. ഒന്നുകിൽ ഭയമാണ്, മുഖ്ലിഖായ ഭയം, അതായത് അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം. മുസ്ഇജായ ഹുബ്, രണ്ടും അതങ്ങനെ തന്നെ, അസ്വസ്ഥതയുണ്ടാക്കുന്നതായ, ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഭയവും അതേപോലെ തന്നെ സ്നേഹവും. ഇത് രണ്ടുമാണ് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ ഭയമുണ്ടാകണം, അതേപോലെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതായ സ്നേഹവും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. فمتى خلى القلب من خوف ما فواته أضر عليه من حصول هذا المحبوب. എപ്പോഴാണോ ഹൃദയം കാലിയാകുന്നത്, എന്തിനെ തൊട്ട്? മിൻ ഖൗഫി മാ, ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു ഫവാത്തുഹു അദറു അലൈഹി, ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള ഭയം ഒരാളുടെ ഹൃദയത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ വലിയ നിഅമത്തുകൾ, അള്ളാഹുവിനെ കാണുവാനുള്ള, കണ്ടുമുട്ടുവാനുള്ളതായ സൗഭാഗ്യം, ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്, അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മികച്ചതാണെന്ത്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ളതായ സൗഭാഗ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായ ഭയം ഒരാളുടെ ഹൃദയത്തിലില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് അദറു അലൈഹി മിൻ ഹുസൂലി ഹാദൽ മഹബൂബ്, അവൻ ഭൗതികമായിട്ട് സ്നേഹിക്കുന്ന ഈ കാര്യം അവന് കരസ്ഥമാകുന്നതിനേക്കാൾ അപകടം നിറഞ്ഞതാണ് അത് നഷ്ടപ്പെട്ടു പോകല്. അപ്പോൾ ഇവിടെയുള്ള ഈ അവൻ്റെ സ്നേഹഭാചനങ്ങൾ അത് ലഭിച്ചില്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ലഭിക്കുന്നതിനേക്കാൾ അവന് അപകടം പിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു നാളെ ആഖിറത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകലാണ്. അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം ഒരാളുടെ ഹൃദയത്തിലില്ല എങ്കിൽ, ഭയം ഉണ്ടാകണം.
ഹൃദയത്തിൽ ഭയം ഉണ്ടാകണം. സലഫുകൾ അങ്ങനെയായിരുന്നു. അവർ ധാരാളം ഇബാദത്ത് ചെയ്യും, കൂടെ എന്ത് ചെയ്യും, അവർ പേടിക്കുമായിരുന്നു. ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുമോ, നാളെ നരകത്തിൽ പ്രവേശിക്കപ്പെടുമോ, സ്വർഗം ലഭിക്കാതെ പോകുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണോ ഈ പേടി നഷ്ടപ്പെട്ടു പോകുന്നത്, ഹൃദയത്തിൽ നിന്ന് കാലിയാകുന്നത്? അല്ലെങ്കിൽ ഔ ഖൗഫി മാ ഹുസൂലുഹു, അല്ലെങ്കിൽ ഒരു പേടി അവൻ്റെ ഹൃദയത്തിലില്ല. എങ്ങനെയുള്ള ഒരു കാര്യമാണ് ആ കാര്യം അവന് സംഭവിക്കൽ? അദറു അലൈഹി മിൻ ഫവാത്തി ഹാദൽ മഹബൂബ്, അത് അതായത് അള്ളാഹു നാളെ ആഖിറത്തിൽ അവൻ ഒരുക്കി വച്ചിരിക്കുന്നതായ കഠിനമായ ശിക്ഷകൾ, അങ്ങനെ ആ ശിക്ഷ അവനെ വന്ന് പിടികൂടുമോ എന്നുള്ളതായ അവൻ്റെ ഭയം. ഈ ഭയം അവൻ്റെ ഹൃദയത്തിലില്ല എങ്കിൽ എങ്ങനെയുള്ളതാണ് ഈ പറയുന്ന ആ ശിക്ഷ? അത് മിൻ ഹുസൂലുഹു അദറു അലൈഹി മിൻ ഫവാത്തി ഹാദൽ മഹബൂബ്, ആ ശിക്ഷ അവന് പിടികൂടുക എന്നുള്ളത് ദുനിയാവിലെ അവൻ്റെ ഇഷ്ടഭാജനങ്ങൾ, അവൻ്റെ സ്നേഹിതന്മാർ, മിത്രങ്ങൾ അവർ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ ഏറ്റവും അപകടകരമായത് എന്താണ്? ഇവിടെ ഈ സുഹൃത്തുക്കൾ പോയാൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായേക്കാം മാനസികമായിട്ട്, പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ അപകടം എന്താണ്? നാളെ ആഖിറത്തിൽ അവൻ ശിക്ഷയിൽ അകപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷയിൽ, നാളെ ആഖിറത്തിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന കഠിനമായ ശിക്ഷയിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, അവൻ്റെ ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന പേടി അവൻ്റെ മനസ്സിലില്ല എങ്കിൽ അത് എപ്പോഴാണോ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കാലിയാകുന്നത്? അല്ലെങ്കിൽ ഔ മഹബ്ബത്തിഹി, അല്ലെങ്കിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളോടുള്ള സ്നേഹം, അത് ഹൃദയത്തെ തൊട്ട് കാലിയാകുന്നു, ഹൃദയത്തിലില്ല എങ്കിൽ. ഔ മഹബ്ബത്തിഹി മാ ഹുവ അൻഫഉ ലഹു വ ഖൈറുൻ ലഹു മിൻ ഹാദൽ മഹബൂബ്, ആ സ്നേഹമാണ് അവന് ഏറ്റവും ഖൈറായത്. അവൻ ദുനിയാവിലെ അവൻ്റെ സ്നേഹിതന്മാരെക്കാൾ ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വസ്തുക്കളോടുള്ള സൗഭാഗ്യങ്ങളോടുള്ള സ്നേഹവുമാണ്. ഇതിനോടുള്ള സ്നേഹവും അവൻ്റെ ഹൃദയത്തിലില്ല എങ്കിൽ വഫവാത്തുഹു അദറു അലൈഹി മിൻ ഫവാത്തി ഹാദൽ മഹബൂബ്, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകലാണ് ഇവിടെയുള്ള മഹബൂബുകൾ, അവൻ്റെ സ്നേഹിതന്മാർ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ അവനക്ക് അപകടം. ഇങ്ങനെ പറയുന്ന ഈ സ്നേഹവും ഈ ഭയവും എപ്പോഴാണോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാലിയാകുന്നത്? ലം യജിദ് ബുദ്ധൻ മിൻ ഇഷ്കി സുവർ, അങ്ങനെയാണ് എങ്കിൽ അവന് ഈ പറയുന്ന നിഷിദ്ധങ്ങളായ ചിത്രങ്ങളുടെ ഉള്ള സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അതായത് ഈ പറയുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ വേണം. ഒന്നെന്താണ്? സ്നേഹമാണ്, മറ്റൊന്ന് ഭയമാണ്. ഇത് അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനവുമാണ്. എപ്പോഴാണോ ഇതിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുന്നത്, അപ്പോൾ അവൻ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിക്കും. അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഏത് കക്ഷികൾ എടുത്തു നോക്കിയാലും ഇത് കാണാൻ സാധിക്കും. സ്നേഹത്തെ തൊട്ട് വ്യതിചലിച്ചാൽ അവൻ എന്ത് ചെയ്യുന്നു? അഹ്ലുസുന്നത്തിൽ, അതായത് സ്നേഹവും ഭയവും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേണം. ചില സന്ദർഭങ്ങളിൽ ചിലതിന് എന്തുണ്ട്, കൂടുതൽ മികവുണ്ടാകേണ്ടതുണ്ട്, ചില സന്ദർഭങ്ങളിൽ കുറവുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇത് രണ്ടും അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ നേരത്തെ സൂചിപ്പിച്ചതാണ് വിഷയം. എന്താണ്? ഈ സ്നേഹവും അതേപോലെ തന്നെ പ്രതീക്ഷയും ഭയവുമെല്ലാം ഒരു പക്ഷിയെ പോലെയാണ്. അതിങ്ങനെ പറന്നു പോകുന്നു. പറന്നു പോകുമ്പോൾ അതിൻ്റെ തലയാണ് സ്നേഹം. തല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവൻ തീർന്നു, കഥ കഴിഞ്ഞു. പ്രതീക്ഷയും അതേപോലെ തന്നെ ഭയവും അതിൻ്റെ ഇരുചിറകുകളാണ്. ഒരു ചിറക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? വേട്ടക്കാർ അവനെ വെടിവെച്ചിടും, അമ്പെയ്തിടും, അവനെ കൊണ്ടുപോകും. അവൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹവും ഭയവും പ്രതീക്ഷയും എപ്പോഴാണോ സമ്മേളിക്കുന്നത് അവനിൽ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഉയർച്ചകളിലേക്ക് പറന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ഈ അടിസ്ഥാനത്തിൽ എന്താണ്? ഖൗഫുൻ മുഖ്ലിഖുൻ ഔ ഹുബ്ബുൻ മുസ്ഇജുൻ, ഹൃദയത്തെ ചലിപ്പിക്കുന്ന ഈ പറയുന്ന ഭയവും സ്നേഹവും, ഇതിനെ തൊട്ട് ഒരാളുടെ ഹൃദയം കാലിയായി പോയാൽ, അതതിലില്ല എങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാനേ സാധിക്കുകയില്ല. അപ്പം ഈ രണ്ട് അടിസ്ഥാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വശർഹു ഹാദാ, ഇതിന്റെ വിശദീകരണം, അന്നൻ നഫ്സ ലാ തത്റുകു മഹബൂബൻ ഇല്ലാ ലി മഹബൂബിൻ അഅലാ മിൻ. ഒരു മനസ്സ്, ഒരു മനുഷ്യൻ, അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം, അതൊരു മനുഷ്യനാകട്ടെ വസ്തുവാകട്ടെ എന്താകട്ടെ, അതിനെ ഉപേക്ഷിക്കുകയില്ല. ഇല്ലാ ലി മഹബൂബിൻ അഅലാ മിൻ, അതിനേക്കാൾ ഉന്നതമായ ഒരു സ്നേഹിതന് വേണ്ടിയിട്ടല്ലാതെ.
അതിനേക്കാൾ അവന് ഉപകാരം കിട്ടുന്ന, അതിനേക്കാൾ മികച്ചതായ ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ലാതെ അവനെന്ത് ചെയ്യൂല, അതിലുപേക്ഷിക്കാൻ സന്നദ്ധനാവുകയില്ല. ഔ ഖശിയത മക്റൂഹിൻ ഹുസൂലുഹു അദറു അലൈഹി മിൻ ഫവാത്തി ഹാദൽ മഹബൂബ്. അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും അപകടം വരും എന്നുള്ള ഭയപ്പാട് കൊണ്ട്, ഒരു ഭയം ഉണ്ടാകണം, എന്നാലാണ് ഈ സ്നേഹത്തിനെ എന്ത് ചെയ്യുള്ളൂ, ഉപേക്ഷിക്കുള്ളൂ. ആ അപകടം അവനെ വന്ന് പിടിക്കുന്നത് ഈ മഹബൂബ് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ എന്താണ്, അവനക്ക് അപകടകരമാണ് എങ്കിൽ ഇവൻ പോയാലും കുഴപ്പമില്ല, അവനെ മാറ്റിവെക്കാൻ തയ്യാറാവും. അപ്പോൾ ഒന്നെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ അവൻ ഉപേക്ഷിക്കണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ളത് എന്ത് ചെയ്യണം, അവന് കിട്ടണം. അതല്ലെങ്കിൽ വളരെ അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു അപകടം അവനെ ഒന്ന് ബാധിക്കും എന്നുള്ള പേടി ഉണ്ടാവണം. എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, അവൻ അവൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ സന്നദ്ധനാവുകയുള്ളൂ. വഹാദ യഹ്താജു സാഹിബുഹു ഇല അംറൈൻ. ഇത് ഒരാൾക്ക് പരിശീലിച്ചെടുക്കണമെങ്കിൽ, അതായത് ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, ഭയപ്പെടേണ്ടതും അള്ളാഹുവിനെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അസ്വദഖതു ബുർഹാനുൻ. സ്വദഖ കൊടുക്കൽ എന്താണ്, ബുർഹാനാണ്, തെളിവാണ്, ഒരാളുടെ ഈമാൻ ശക്തമായതാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. കാരണം സ്വദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്തിന് ചെലവഴിക്കലാണ്. മനുഷ്യൻ വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് അതിയായ സ്നേഹമുള്ളവനാണ് മനുഷ്യൻ. അപ്പൊ ഈ സ്നേഹമുള്ള ഈ സമ്പത്തിനെ അവൻ ചെലവഴിക്കാൻ സന്നദ്ധനാകുന്നെങ്കിൽ, അവന്റെ വലത് കൊടുക്കുന്നത് ഇടത് പോലും അറിയാതെ ചെലവഴിക്കാൻ ഒരാൾ സന്നദ്ധനാകുന്നുണ്ട് എങ്കിൽ ഈ പണത്തെക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ്, അള്ളാഹുവിനെയാണ്. അപ്പോൾ അവൻ്റെ ഈ സ്വദഖ എന്താണ്, ഈമാൻ ഉണ്ട്, അള്ളാഹുവിനെയാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവാണ്. എന്നതുപോലെ തന്നെ ഇവന്റെ ഇഷ്ടം ശരിക്കും അള്ളാഹുവിനോടാണ് എങ്കിൽ, ഇവന്റെ ഭയം അള്ളാഹുവിനോടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഇവനിക്ക് ഈ പറയുന്ന നൈമിഷികമായ ഇഷ്ടങ്ങൾ അതിനെ മാറ്റിവെക്കാൻ അവനക്ക് സാധിക്കും. ഇത് സാധിക്കുന്നില്ലേ, അവനക്ക് രക്ഷാമാർഗങ്ങളൊന്നുമില്ല. അപ്പം ഈ പറയുന്ന സ്നേഹവും അതേപോലെ തന്നെ പേടിയും നേടിയെടുക്കാൻ 2 മാർഗങ്ങൾ ഇമാം അവറുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കത് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.